മഴയുണ്ട്. ഉച്ചയ്ക്ക് വാഴയിലെല്ലാം കഴിക്കാൻ ഹായ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പം ഡെയിലി വ്ളോഗ് എടുക്കാം എന്ന് പറഞ്ഞ ആളിതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഹലോ, ഹായ്. അപ്പം ഇന്ന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കുഞ്ഞു വ്ളോഗായിട്ട് നമ്മൾ ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. ഓക്കെ, അയ്യോ ഒന്നും അറിയാത്ത നാച്ചുറൽ അഭിനയം. അയ്യോ ഒന്നും അറിഞ്ഞില്ല, പാവം. ചായ കുടിച്ചിട്ട് കിടക്കേണ്. അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ കണ്ണ് കണ്ടോ? എന്തോ ഒരു ജീവി എൻ്റെ കണ്ണിൽ കുത്തിത്തന്നു. എന്തോന്നാണോ എന്തോ, ഏത് ജീവിയാലും വന്ന് എൻ്റെ കണ്ണിലും മുഖത്തും കടിച്ചിട്ട് പോകും. അതൊരു പ്രത്യേക അനുഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണ് കണ്ട ആരും പേടിക്കണ്ട. ഇവൻ പറഞ്ഞ് കണ്ണ് വയ്യാത്തല്ലേ പിങ്കി, പിന്നെ നാളെ എടുക്കാതെ. അവന് കണ്ണ് വയ്യാത്തതിനെന്ത്, എനിക്കങ്ങനെയൊന്നുമില്ല. അല്ല, കണ്ണാടി പിന്നെ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു കണ്ണാടിയല്ല. എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം കണ്ണാടിയാണ്. അത് തന്നെ, വയസ്സാവുമ്പോ കണ്ണിന് കാഴ്ച പോകും. 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണിന്റെ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ എത്രയോ വർഷം കൊണ്ട് കമ്പ്യൂട്ടർ 2014 തൊട്ടേ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരേ കണക്കിന് വർക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും കണ്ണടിച്ച് പോയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. 10 മുതൽ 5 വരെ ഫുൾ ടൈം കമ്പ്യൂട്ടറിലാണ്. അങ്ങനെ എൻ്റെ കണ്ണ് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ണാടിയിലായി. കണ്ണ് മൊത്തത്തിൽ പോകുന്നതിന് മുമ്പ് കണ്ണാടിയിലായി. ഇപ്പോൾ നിങ്ങളായാലും അങ്ങനെ തന്നെ. ഈ വർക്ക് ചെയ്യുന്നവർ ഇത് മറ്റേ ബ്ലൂ ലെൻസാണ്. അതാകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫോൺ നോക്കിയാലും എന്താണ് കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ആ ഗ്ലാസിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ആ വെട്ടമൊന്നും നമ്മുടെ കണ്ണിൽ നേരിട്ട് അടിക്കത്തില്ല. അതിനാണ് ഈ ബ്ലൂ ലെൻസുള്ള കണ്ണാടി. നല്ലതാണ്. പക്ഷേ അതിട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്, കുറേ കുറവുണ്ട്. തലവേദനയൊക്കെ കുറേ കുറവുണ്ട്. പിന്നെ വലിയ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എൻ്റെ മുഖത്തിന് വലിയ കണ്ണാടിയേ ചേരുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സുഖമാണ്. മറ്റേ കൊച്ചു കണ്ണാടിയാകുമ്പോൾ ഇവിടെയൊക്കെ ഇറിവിയിരിക്കും. ഇതാകുമ്പം ഹെൽമെറ്റും വെച്ച് പോയാലും നമുക്ക് വലിയ പ്രശ്നം വരില്ല. മറ്റേത് എനിക്കങ്ങനെ ചിലർ പറയും വലിയ കണ്ണാടിയാണ് ഹെൽമെറ്റ് വെച്ചാൽ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് ചെറിയ കണ്ണാടി വയ്ക്കുമ്പോഴും എന്തോ പോലെ തോന്നും. വലിയ കണ്ണാടി ആകുമ്പോഴത്തേക്കും പക്കയൊന്നും വന്ന് വീഴൂല. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ കാണണം. നമ്മളിന്ന് എവിടെയും പോകുന്നില്ല. അയ്യോ, ഇനി ലുലു പോവാൻ വയ്യ. എന്നെ കൊത്തി ആ ജീവി അങ്ങനെ എൻ്റെ കൈ കിട്ടുമെങ്കിൽ ഉണ്ടല്ലോ, എപ്പോഴും വന്ന് കൊത്തും. ഏതോ ഒരു ജീവി നല്ല കട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ടിലിൻ്റെ അടി എല്ലാ ഭാഗവും പൊക്കി ആ ജീവിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പൊക്കി എല്ലാം വൃത്തിയാക്കി. പക്ഷെ ആ ജീവിയെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തൊരു ജീവിയാണെന്ന് മനസ്സിലായി. പക്ഷേ ജീവി അതാവാനാണ് ചാൻസ്. ജീവിയുടെ പേര് സൽമാൻ ഖാൻ. എവനെ ആൾക്കാരെ കടിക്കുകയൊക്കെ അങ്ങനത്തെ ഒരു പ്രവണത ഇവനുണ്ട്. ഉമ്മ കിടക്കുമ്പോ ഉമ്മയുടെ കണ്ണിന്റെ ഇടയിൽ ഞാൻ കടിക്കും. എന്നാ ഞാൻ എൻ്റെ ചെടികളൊക്കെ കാണിച്ചു തരാം. ഞാൻ തുടങ്ങും. കണ്ട, ഇതൊക്കെ എൻ്റെ നല്ല അടിപൊളിയായിട്ട് വളർന്ന്. പഴത്തൊലി ഇട്ട് കൊടുത്താൽ മതി, പഴത്തൊലി. പിന്നെ ഇത്, പിന്നെ ഇത്. പക്ഷെ ഇതാണെങ്കിലേ ഇത് മൊത്തം കുരുടിച്ച് പോയതായിരുന്നേ. അപ്പം ഞാനതെടുത്ത് വെളിയിൽ കളഞ്ഞപ്പോൾ അത് അവിടെ കുപ്പത്തൊട്ടി കിടന്ന് പൊടിച്ച്. പിന്നെ ഞാൻ അതിനെ വീണ്ടും ചട്ടിയിലാക്കി. മഴ പെയ്യട്ടെ. ഇത് എൻ്റെ ഒരു കുഞ്ഞു ചെടിയായിരുന്നു, അത് വലുതായി. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റിയ കുപ്പിയത് നല്ല അടിപൊളിയായിട്ട് ആരോ ചെയ്തതാണ്. ഞാനിങ്ങനെ എടുത്ത് അത് എന്തോ പറയും, പശു വയറ്റി പോകുന്നത് പോട്ട് എന്ന് പറയുന്ന പോലെ അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ഉദ്ദേശത്തോടെ വളർത്തിയേക്കാണ്. അതായത് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കും. അപ്പോൾ ഇത് എന്തായി, ക്രിസ്മസ് ട്രീ ആയി. എന്നിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കും. അതേപോലെ ഇവിടെ ഉണ്ട്. ഇത് രണ്ടാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ ഇതായി ഇത്. അപ്പോൾ ക്രിസ്മസ് സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം ക്രിസ്മസാണ്. ഫെസ്റ്റിവൽസിൽ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ആ സമയത്ത് അയ്യോ ക്രിസ്മസ് നിനക്കറിഞ്ഞൂടെ പോടാ, അടിപൊളിയാണ് ക്രിസ്മസ്. പ്രത്യേക വൈബാണ്. കണ്ട, ഇതെൻ്റെ അടുത്ത ചെടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പം വീട്ടിൻ്റെ ഫ്രണ്ടിൽ നട്ടാൽ നല്ലതാണ് എന്ന് കേട്ടതിന് ശേഷം ഞാൻ പെരയിടാൻ
അവിടെ കാട്ടിക്കിടന്നിട്ട് അതെടുത്ത് പോയത് ഇവിടെ കൊണ്ട് നട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ഉദ്ദേശം ഒരു വള്ളി കെട്ടിയതാ ഇതിനെ മണ്ണിൽ ഇങ്ങനെ പടത്തി കൊടുക്കും. എന്നാ എൻ്റെ അടുത്ത ചെടി, ഇതെൻ്റെ അടുത്ത ചെടി എന്നാ നല്ല ബുഷിയായിട്ടുണ്ട്. ഇല്ല ഞാൻ തിന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് പഴമൊക്കെ തിന്നു എന്നിട്ട് അതെടുത്ത് ഇവിടെ കുടിച്ചിടും. ആരടാ ഇത് ഇവിടെ കൊണ്ടിട്ടത്? അല്ല അടിപൊളി എന്താ പഴത്തുള്ളി. ഇതിന് ഞാൻ ഇപ്പം നേരത്തെ ഇട്ടതാണ്. ഇനി ഇതിൻ്റെ പുറത്ത് മണ്ണ് വെട്ടിക്കൊണ്ടിടും. അപ്പോൾ ഇത് അതിൽ കിടന്നു. ഇതും നല്ലതാണ്. ഇതും ക്രിസ്മസ് വൈബുള്ളൊരു ചെടിയാണ്. ഇതിൽ ഞാൻ മറ്റേ ഉണ്ടയൊക്കെ കൊണ്ട് തൂക്കും. അങ്ങനെയാണ് സത്യമായിട്ട് തന്നെ മറ്റേ ഹുവാങ്ഷുവിൻ്റെ ഒക്കെ കണ്ണുപോലിരിക്കുന്നു. ചൈനക്കാരെ കണ്ണുണ്ടല്ലോ കണ്ട എൻ്റെ അടുത്ത്. ഇതിൽ മറ്റേ മുത്തുചെടിയാണ്. അതിനെ ഇങ്ങനെ പക്ഷെ നല്ല രസമാണ്. ഇങ്ങനെ അങ്ങനെ അങ്ങ് നട്ടുകൊടുത്താൽ മതി. നല്ല പച്ചപ്പിലേക്ക്. ഇത് പക്ഷെ അതിൻ്റെ അടിയിലായിപ്പോയി. കണ്ട എൻ്റെ അടുത്ത ചെടി. എനിക്ക് ഇത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ വെട്ടി വിട്ടുകൊടുത്താൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ അതിനകത്തൊരു വയലറ്റില്ല ഒരു പിങ്ക് കളർ പൂവും പിടിക്കും. പ്രത്യേകത തന്നെ എൻ്റെ ചെടിക്കില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് നട്ടു. പിന്നെ അയ്യോ ഇതിനകത്ത് നിറയെ കിളികൾ വന്നിരിക്കും. എന്ത് രസം അറിയാം കാണാൻ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നിറയെ കിളികളാണ്. കിളികളുടെ വീടാണ്. എൻ്റെ വീട്ടിൻ്റെ വഴി ഇനി അതും കൂടെ കാണിച്ചു തരാം. എന്തിനും അതായിട്ട് കുറയ്ക്കണം. അവിടെ നിന്ന് വണ്ടി വരും. ഇനിയുണ്ട് എൻ്റെ മുന്തിരി വള്ളി. ശരിക്കും പറഞ്ഞാൽ ഈ മുന്തിരി പിടിക്കാനായിട്ടും മുന്തിരി വളർത്തുന്നതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മീനിൻ്റെ വെള്ളം ഉണ്ടല്ലോ. നമ്മൾ മീൻ കണ്ടിച്ചിട്ട് മീനിൻ്റെ വെള്ളം, ആ മീനിൻ്റെ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ മീനിൻ്റെ വെള്ളം, ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ പൊടിക്കും. കാരണം എൻ്റെ ഓഫീസിലൊരു സാറുണ്ട്. സാറിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഒരുപാട് മുന്തിരി പിടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് സാറിങ്ങനെ പറഞ്ഞത് വളം വേണമെങ്കിൽ നമുക്ക് ഈ ചാണകം അതും ഇതൊക്കെ ഇടാം. ചാണകം അതും ഇതൊക്കെ ഇടാം. പക്ഷേ പിന്നെ ഇത് എന്താണ് വെള്ളം, ഇറച്ചിയുടെ വെള്ളം, മീനിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് പെട്ടെന്നത് എന്താണ് കായ പിടിക്കും. പെട്ടെന്ന് വളർന്ന് നല്ല ഗ്രോത്ത് ആയി ഈ നമ്മൾ ഈ റോസിലൊക്കെ ഒഴിക്കും. അതേപോലെ തന്നെ കായ ചെടികൾ ഉണ്ടാകും. TV ഇട്ടോന്നേ. എന്താ TV ഇട്ടിരിക്കുന്ന? ഓഫേ അതാ TV. അവിടെ ഇതുപോലത്തെ പ്രാന്തുകളൊക്കെയാണ് കാണുന്നത്. റൊണാൾഡോടെ അല്ല, റൊണാൾഡോടെ അല്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് വേറെ ഇട്ടിരുന്നത് പെട്ടെന്ന് റൊണാൾഡോടെ ആക്കി. ഇനി ഇടുന്ന സാധനം ഇട്ടാണടാ. മറ്റേ ഇല്ല ലവ ഉണ്ടല്ലോ മുടിയും പിടിച്ചിട്ട് വരത്തെ. ദാണ്ട് ഇവൻ ഇപ്പുറത്ത്. എടാ അതല്ലടാ, ആണ്ട ഇത് അത് അത് തന്നെ നറൂട്ടോ. ഓഹ് എന്റെ പൊന്നോ, കണ്ട് ഇപ്പൊ എനിക്ക് എല്ലാരും പേരറിയാം. ആരൊക്കെയാ? ഒന്നും നറൂട്ടോ, പിന്നെ ആരടാ ഗോഗു, നറൂട്ടോ, ഗോഗു, വെജീറ്റ, പിന്നെ അവനടുത്ത് ടാൻസാനിയേ മദറ ഉച്ച, പിന്നെന്തോന്ന് ഇറ്റാച്ചിയോ. സത്യം എനിക്ക് എല്ലാത്തിനും പേരറിയാം. ഒന്നാമതേ കോപ്പിറൈറ്റ് കളഞ്ഞുള്ളത് എൻ്റെ ഊപ്പാടാണ്.
കഴിഞ്ഞൊരു നല്ലൊരു വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം നമ്മളിപ്പം ഫസ്റ്റ് തുടക്കമായിട്ട് ചെയ്യുന്നവരാകുമ്പോൾ ഇത്രയ്ക്കുള്ള റീച്ചല്ല, എന്നാലും ഒരുവിധം നല്ലോണം കണ്ടുകൊണ്ടിരുന്നതായിരുന്നു ആൾക്കാർ. ഇപ്പോൾ നല്ല രീതിയിൽ റീച്ചായി പോയ ആ ഒരു വീഡിയോ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കോപ്പി റൈറ്റ് അത് ഇതുപോലെ ഞാൻ ഇവിടെ വീഡിയോ എടുത്തപ്പോൾ ഇതിനകത്തൊരു പാട്ടിട്ടിരുന്നു, അങ്ങനെ പോയതാണെന്ന് തോന്നുന്നു. അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ല, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് ഞാനിപ്പം ചെയ്യുന്നതിനനുസരിച്ച് ഫയൽ ഡിലീറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനും ഇവിടെ കൊണ്ട് തൂക്കിയിട്ടേക്കുന്നു. അപ്പം ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് ബോറടിച്ച്. അപ്പം ഞാൻ പിന്നെ തുടച്ചിട്ടാലും ഈ സോഫയുടെ അടിയിൽ, അതായത് നമ്മളിങ്ങനെ സോഫ ഇട്ടേക്കൂലെ, ഈ സോഫയുടെ അടിയിൽ ഇപ്പം ഒരാഴ്ചയ്ക്ക് മുന്നേ തുടച്ചാലും തൂത്താലും ഭയങ്കര പൊടിയാണ്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇത് വലിച്ച് നീക്കി തുടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല പണി കിട്ടും, ടൈലൊക്കെ കറുത്തു പോകും. ഇത് രാവിലെ കഴിക്കാനുള്ളതാണ്. ഇത് പുട്ട്, പിന്നെ 3 ഇഡ്ഡലി. അത് ഇന്നലത്തതാണ്, കളയണ്ടെന്ന് വിചാരിച്ച് ഇതിനകത്തിട്ട് ചൂടാക്കി. നമ്മൾ ഫുഡൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. അപ്പം ഇതാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. നല്ല മഴയാണ്, ഫുൾ മഴ. ഇന്നൊരു ശനിയാഴ്ചയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര മഴ. ഇതുണ്ട് എൻ്റെ മണി പ്ലാന്റ്. വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഇങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ വളർത്തുന്നത്. എന്താണ് കഴിക്കുന്നത്? വെറും പുട്ടും പൊരിച്ച മീനും. അവന് പഴം ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല, പുട്ടും പൊരിച്ച മീനും. പുട്ട്, പൊരിച്ച മീൻ, മഴ, TV. സൂപ്പർ. എന്തായാലും നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ലാത്ത. ഇതാണ് ഉമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉമ്മ കഴിക്കുന്ന രാവിലെ ഇതാണ്. ഉമ്മക്ക് ഈ പുട്ടൊന്നും ഇഷ്ടമല്ല, ഇഡലിയൊക്കെ ഇഷ്ടമല്ല, ഇഡലി ദോശ. അതുപോലെ ഇതൊരു ക്ലീനിങ് ഡേയും കൂടെ ആയിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഫുൾ വീടും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് 2 ദിവസം കൂടെ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കണ്ണ് വയ്യാത്തതുകൊണ്ട് പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. അപ്പം ഇതൊക്കെ സ്പൂൺ അതായത് വലിയ സ്പൂൺ, ചെറിയ സ്പൂൺ, അങ്ങനെ ഞാൻ തരം തിരിച്ച് വെക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഒരു കലാവിരുദ്ധകളാണ്.
ഇത് നേരത്തെ ഉമ്മയാണ് മീൻകറി വയ്ക്കുന്നത്, മടിയുള്ളതായിട്ട് മീൻകറി വയ്ക്കുന്നത്. നമ്മൾ നേരത്തെ വെച്ച മീൻകറി അത് അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം വേവാറായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വിചാരിച്ചത് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നാണ്. കുറേ നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും ഫൈനൽ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പം പൊതിച്ചോറിനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ട് കുറേ ദിവസമായി. കാരണം ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. കിട്ടുന്നത് എന്താണോ അതങ്ങ് കഴിക്കും. അപ്പോൾ അവധി ദിവസമല്ലേ കൂടുതലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പം ഹംദും വീട്ടിലുണ്ട്, അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള ബാക്കി കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് വാഴ വെട്ടുന്നത്. ഇവിടെ വേണം ഇവിടെ നോണ്ടാ, അങ്ങനെയല്ല. ഓ വാഴയെല്ലാം വലിച്ചോടിച്ചിട്ടു ഇപ്പം. ആ ഓക്കെ, ഇവിടെ കൊണ്ട് വെച്ച് തരാം, ഞാൻ എടുത്തോളാം. ഹായ്, എന്ത് ചെയ്യുന്നു? കണ്ട എന്ത് നല്ല കൊച്ചി. ഇതുപോലത്തെ ഒരു കൊച്ചിനെ കിട്ടുമോ? കൊച്ചിനിങ്ങനെ പൊടിയായി കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് കൊച്ചി ഇതെല്ലാം കൂടെ ഇരട്ടി ജോലി ഉണ്ടാക്കരുത്. ഇതുപോലെ ജോലി ചെയ്യുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് പൊട്ടിക്കും. സാർ, എന്താണ് താങ്കൾ ചെയ്യുന്നത്? തൂക്കുകയാണോ? എന്തായാലും അതൊക്കെ ചെയ്യല്ലേ. ആ മേശപ്പുറത്ത് കിടക്കുന്നതൊക്കെ എല്ലാം ഒന്ന് ഒതുക്കിയേരെ കേട്ടാ. ചെയ്യോ? ഇപ്പോലെ കുഞ്ഞെന്നും പറഞ്ഞ് തല മണ്ടേ കയറി എന്ന് തുക്കുടുക്കുന്ന് കളിക്കല് കേട്ടല്ല. എന്നാ പിന്നെ ഞാൻ പോവാം. ചെയ്യൂ, ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ക്ലീനിങ്, അതായത് ഇവന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇങ്ങനെ അടക്കിയല്ലേ. അയ്യോ സോറി എന്തോന്നില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഇടക്കില്ലേ. ഇതിപ്പോൾ ഇവൻ വൃത്തിയാക്കും. പിന്നെ ഞാൻ വൃത്തിയോടായി കിടക്കുന്ന മൊത്തത്തിൽ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നത്. എനിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കൊച്ചിന് ഞാൻ 2 ബദാം കൊടുക്കുകയാണ്. അമ്മ കർട്ടൻ ഇടയാണ് സുഹൃത്തുക്കളെ.
കണ്ണിൻ്റെ ഇത് വീണ്ടും നോക്ക്. പക്ഷെ എൻ്റെ 10-20 വർഷം പഴക്കമുള്ള വാച്ച് ഓണായി. നീ അതായത് ഇത്രയും സമയം നീ അതിന്റെ പണിപ്പുരയിലായിരുന്നു. ഓണായില്ല. ഈ കാണാതെ പോകുന്ന പഴയ സാധനങ്ങളുണ്ടല്ലോ പണ്ടത്തെ, ആ പഴയ സാധനങ്ങൾ കാണാതെ പോയിട്ട് കിട്ടിയിട്ട് പിന്നെ നമ്മളത് റിപ്പയർ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? റിപ്പയർ ചെയ്യുമ്പോൾ പുതിയൊന്നും വേണ്ട, പണ്ടത്തെ എന്തെങ്കിലും സാധനം കട്ടിലിന്റെ ഇപ്പൊ കട്ടിലിന്റെ അടിയെ വൃത്തിയായി, കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടുമ്പോഴും പണ്ടത്തെ സാധനങ്ങളെ കൊണ്ട് കുറേ 2 വർഷമാണോ ശരിയാക്കി എടുക്കും. This is mom's magic. അടി വെക്കുന്നത് കാന്താരിമുളക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മുട്ട, കൂട്ടുകറി, നെത്തോലി പൊരിച്ചത്, ചമ്മന്തി, മാങ്ങാച്ചാറ്, കിഴങ്ങ്, പിന്നെ മെഴുക്ക് പുരട്ടിയത്, തൈര്, അങ്ങനെ മീൻകറി, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല സന്തോഷമായിട്ടിരുന്ന് കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഇനി കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. പ്രത്യേക ദിവസം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു ദിവസമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ശരിക്കും നമ്മൾ എന്തെങ്കിലും കഴിച്ചതെന്ന് വരുത്തിയാണ് കഴിക്കുന്നത്. ഒരു തൃപ്തിയോടെ കഴിക്കണമെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ പറ്റത്തുള്ളൂ. അപ്പം വീട്ടിൽ നിൽക്കുന്ന ദിവസം ആയതുകൊണ്ട് ഞാൻ എന്തെന്ന് പറയുമ്പോൾ പൊതിച്ചോറുണ്ടാക്കി. അപ്പം ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്
പൊതിച്ചോറാണ്. പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമുള്ള മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പൊതിച്ചോറാണ് ഉണ്ടായി. വേഗം കട്ടിയിട്ട് അങ്ങോട്ട് തുറ, അങ്ങോട്ട് തിന്നിട്ട് ചോറിന്റെ അടുത്ത് എന്റെ വയറ് പറയാണ്, എടാ മോനെ അടിച്ചുകറി വാ, അത് നിനക്ക് അടിച്ചുകറി വാ. തിരിച്ചു പിടിക്കാം. വെള്ളത്തിൽ എടുത്ത് വെച്ച് അടിച്ചുകറി വാ. മീൻകറിയുടെ ആർക്കും തരാൻ. ഇതെന്തുവാ? അത് മുട്ടയാണ്. ഇതെന്തുവാ? ചമ്മന്തിയാണ്. ഇങ്ങോട്ട് വെക്കേ, ഇങ്ങോട്ട്. ഇതെന്തുവാ? തോരനാണോ? പൊതിയാൻ ഞാൻ അത്ര ഇതൊന്നുമല്ല. അതെന്ന് പറഞ്ഞാലേ മറ്റേ ഉടച്ചു കറിയാണ്. അതങ്ങനെ വെള്ളം അത് ഇങ്ങനെ ഒഴിച്ചപ്പം അങ്ങനെ ആയിപ്പോയി. കഴിച്ചാ പോരെ. ചക്ക. ചക്കയിലത്ര കളിയില്ല. എന്തുവാ? പൊരിച്ച മീൻ. അപ്പം ഇതെന്തുവാ? ഇതെല്ലാം മറ്റേ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയത്. ഇത് അത് മറ്റേ വഴുതനങ്ങ മെഴുക്കുരട്ടിയത്. പക്ഷെ ഇത് നിനക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. എന്തോന്നാണെന്നറിയാമോ? പാവയ്ക്ക പൊരിച്ചത്. അതൊക്കെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ വെച്ചേരണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഉണ്ട് നല്ല അടിപൊളി മീൻകറി, നല്ല അടിപൊളി അച്ചാറ്, നല്ല അടിപൊളി തൈര്. എല്ലാത്തൊന്നും എടുക്ക്. എന്നല്ല അറിയും. നല്ല മുട്ട എടുക്ക്. നീ കഴിക്കുന്നതാണ് എൻ്റെ സന്തോഷം. കൈമാറ്റ്, ഈ കൈമാറ്റ്. എപ്പോഴും പഠിച്ച എങ്ങനെയുണ്ട്? പാവയ്ക്ക് പഠിച്ചതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. മീൻകറി ഉണ്ടേ. നിനക്ക് എന്ന് ഞാൻ ഉണ്ടാക്കി തീറ്റിപ്പിക്കാണോ നിന്നെ? പക്ഷെ എന്നും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ. പേരെന്തോന്നു? അവൻ്റെതും ഇത് എൻ്റെതും. അതിന് ചമ്മന്തി കൊള്ളാം അല്ലേ? ആദ്യം ഏതെടുക്കാം? ആദ്യം ചമ്മന്തി. ചമ്മന്തിയും മുട്ടയും, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എന്താ ടേസ്റ്റ്. വലം കൈ, ഞാൻ ഉമ്മയുടെ ഒരു കൈയുണ്ട്. ഹലോ, ഇലയൊക്കെ കുത്തിക്കുന്നു. ചോർത്തോടല്ലേ ഇപ്പൊ എന്നെ പിടിക്കുന്നു. എന്താ പലതുണ്ടാണോ? ഈ വലിയ പീസ് അങ്ങ് എടുക്കുക.
കിടത്തി കേറ്റി ഇറക്കാം. ഞാൻ തിന്നോണ്ട് പറയല്ല, സൂപ്പർ. എന്നെ മുക്കാലും തീരാറായി. ഇരിക്ക നമ്മൾ ആഹാരം കണ്ടിട്ടില്ല. എവിടെന്നാ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആരും നമ്മളെന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. എല്ലാരെങ്കിലും വിശേഷമായിട്ട് വരും. നമ്മൾ ഈ മട്ടനും ചിക്കനൊക്കെ വൈകുന്നതിന് വരും ഉണ്ടാക്കി അടുപ്പില്ലായിരിക്കും, വെറൈറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കാണിച്ചു കൊടുക്കും കേട്ടോ നിന്റെ കലാവിരുദ്ധം. ശരി, നിനക്ക് ഇഷ്ടപ്പെട്ട എന്നും ഇതുപോലെ വേണമെന്നാണ്. ഈ വീഡിയോ ഓഫ് ആയി ഉടനെ മിക്കവാറും ഇവനെ ഓട്ടിക്ക് വിടാം. നമ്മ തിന്നെ സമ്മതിക്കാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഇതുപോലെ കൊണ്ടുപോയി കഴിക്കണമെന്നുള്ളത്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ ഇതുപോലെ കൊണ്ടുപോയി കഴിക്കണമെന്നുള്ളൊരു ആർക്കും കൂടെ ഒരു ഇത് വരട്ടെ. ഓക്കെ, ഞാൻ തമ്മിൽ ഇടാം, ഒരു ഫോട്ടോ എടുത്തോട്ടോ. ഓക്കെ, ബൈ. കഴിച്ചിട്ട് കാണാം. ടാറ്റാ. ഉമ്മാടാ ചോറിൽ വീണ ഉമ്മറയല്ലേ. ഞാനൊരു കാര്യം പറയാം, എനിക്കാണെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കണം, അതുകൊണ്ട് എന്നെ ഇതൊന്നും പിടിക്കരുതെന്ന്. നിങ്ങളാണെങ്കിൽ മിണ്ടായിരുന്നൊന്നും കഴിക്കാനൊന്നും എനിക്ക് പറ്റിയൊന്നുമില്ല. അങ്ങനെ ഉമ്മ ഒരു വലിയ പാത്രം എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കഴിക്കണം. അവർക്ക് ഭയങ്കര അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി, എല്ലാവരും ഉണ്ടാക്കണം. പൊരിച്ച മീൻ ഞാൻ തരില്ല. രാവിലെ പുട്ടിൻ്റെ കൂടെ കുറേ പൊരിച്ച മീൻ കഴിച്ചു. ഞാൻ എടുക്കണമെന്നും തരണം. ഞാൻ വില്ലൻ ക്യാരക്ടറാവും. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഞാൻ കോഫിയാണ് കുടിക്കുന്നത്. ഇത് ക്യാപ്പച്ചിനോ ആണ്, ക്യാപ്പച്ചിനോ അല്ലല്ലോ, നെസ്കോഫിയാണ്. അപ്പം അതും കുടിച്ചിട്ട് കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വിശ്രമിക്കും. ഊണൊക്കെ കഴിച്ച് കുറച്ച് ATM വേണ്ട, ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്ന് കുറച്ച് സമയം TV ഉണ്ട്. പിന്നെ അവനാണെങ്കിൽ പഠിക്കാൻ പോയി. അപ്പം ഞാനും ഉമ്മായും കൂടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു. അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള മാർജിൻ ഫ്രീയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ല, പോകാൻ പോണു. അപ്പം നമ്മൾ എല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരാം. നമ്മളെ ബൈപ്പാസിൻ്റെ വഴി, അയ്യോ, നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നേരെ കയറാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതുവഴി ചാടണം. അമ്മയെ തെറ്റി വീഴോ? വണ്ടിയിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ അത് പോട്ടെ. ഞാൻ ഇറങ്ങി മിക്കവാറും നേരെ നിങ്ങൾ തോളിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു സൈക്കിൾ അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഞാൻ എന്നെ തെറ്റിയത് തെറ്റി പോയത്. അയ്യോ, സാഹസികമായി ഞാൻ ഓരോ വഴിയും ശ്രദ്ധിച്ച്, ഇല്ലെങ്കിൽ ഓടിച്ച് വീഴും. അയ്യോ, വഴി പറഞ്ഞാൽ ഒരു 1.5 വഴിയാണ്. വഴിയൊന്നും പോകത്തില്ല. പക്ഷേ എന്നാലും ഇഷ്ടമാണ് എപ്പോഴും നടന്നു പോകാൻ. ഇവിടെ ഇവിടെ നേരെ തൊപ്പിച്ചല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്നത് മറ്റേ കടുവേപ്പള്ളി കടുവേപ്പള്ളി അവിടെ
നമ്മളപ്പോൾ ഇവിടെ മാർജിൻ ഫ്രീയിലെത്തി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊപ്പിച്ചന്തയിലുള്ള മാർജിൻ ഫ്രീ ആണ്. ഇവിടെ എല്ലാം ഉണ്ട്, ഹോൾസെയിൽ കടയാണിത്. അപ്പം സാധാരണ ഇത് മറ്റു കടയേക്കാളും ഇവിടെ വില കുറവാണ്. പക്ഷെ തിങ്ങി ചെറിയ സ്പേസ് കുറവാണ്, തിങ്ങി ചെറിയാണ് സാധനങ്ങൾ വെച്ചേക്കുന്നതെങ്കിലും എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, എല്ലാം കിട്ടും. മതിയാ? ഏതരി? അതരി വെയിലാവൂലേ? ഇതാണ് ഞാൻ പറഞ്ഞതല്ലേ, 400. ചോദിച്ചു നോക്കട്ടെ. എത്ര? അഥവാ പഠിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഹലോ, ഹൗസ് യുവർ ക്ലാസ് ടുഡേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? During winters, I also like to add grated ginger, but in summers I usually skip that. ഇനിയിപ്പോൾ താണ്ടേ ഉച്ചിഹയൊക്കെ ഇടും. ഉച്ചിഹ, ഗോപു പിന്നെ ഇപ്പൊ എവനാണ് ഉച്ചയൊക്കെ കളഞ്ഞു. നല്ല ബോധമുള്ളതല്ലോ ഇട്ടുവിടാനൊക്കെ. എന്താണ് ഒഴിക്കുന്നത്? അപ്പം ഞാൻ രാവിലെ കാണിച്ചില്ലേ, അത് ഇതിൻ്റെ അടിയിൽ നിന്ന് എല്ലാ പാത്രങ്ങളും നമ്മൾ വെളിയിൽ വാരിയിട്ട് കഴുകി വൃത്തിയാക്കി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴുകിയാൽ തന്നെ ഈ പാറ്റ, പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്, ഫുൾ ക്ലീൻ ചെയ്ത്. ഇങ്ങനെ വീട് മൊത്തം ക്ലീനായി കിടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്തായാലും തിരി എനിക്ക് മസ്റ്റാണ്. വൈകുന്നേരം തിരി ഉണ്ടെങ്കിലേ എൻ്റെ ഒരു ഈവനിങ് ഓണാവത്തുള്ളൂ. അപ്പം ഞാൻ തിരി കത്തിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഹംദുവിന് അവൻ്റെ ഡാൻസ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പം നമ്മളങ്ങ് വ്ളോഗാക്കി. അപ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അത് ഇതിൽ പിടിച്ചിടും. അപ്പം അങ്ങനെ അതിൽ ആണ് ഞാനിപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ, അങ്ങനെ വേറെ ദുശ്ചിന്തകളോ അങ്ങനൊന്നും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി സംസാരിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. നമ്മൾ നമ്മുടേതായ ഒരു ഇതിലങ്ങ് ബിസി ആകുമ്പം നമുക്കൊരു സന്തോഷവും കിട്ടും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാനും പോകത്തില്ല. ഇപ്പോൾ വീഡിയോ എടുക്കും, വീഡിയോ എഡിറ്റ് ചെയ്യും, അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു ദിവസം അങ്ങ് പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ മാക്സിമം എന്നെ തന്നെ ഇങ്ങനെ പോസിറ്റീവായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ രാത്രി കഴിക്കാൻ പോകുന്നത് ഇതാണ്. കാരണം ഉച്ചയ്ക്ക് വലിയ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് മീൻകറി, കൂട്ടുകറി, പിന്നെന്തോന്ന് ഗോതമ്പ് പുട്ട്, അച്ചാർ. ഓക്കെ. ഹലോ, താങ്കൾ അവിടെ എന്താ ചെയ്യുന്നത്? 24 hours ഫോണിൽ തന്നെയാടാ നീ എപ്പോഴും? നിന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് നീ എന്തോന്ന് ചെയ്യുന്ന? യൂട്യൂബിലാണ് ക്ലാസ് കാണുന്നത്. അത്ര സമയം ഫോൺ കയ്യിരിക്കുമല്ലോ എന്നുള്ള സമാധാനം. ഇല്ല, നമ്മൾ ഒരിക്കലും അസുഖമുള്ള ചെടിയിൽ നമ്മൾ ഒരിക്കലും നിക്ക് തെരഞ്ഞെടുക്കില്ല.
ന്യൂജൻ കുട്ടിയാണ്, യൂട്യൂബ് നോക്കി പഠിക്കുന്നുണ്ട്. പഠിപ്പി പഠിക്കുന്ന പഠിപ്പി. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യാമോ, എന്നിട്ട് പറഞ്ഞു. അല്ല, ഇങ്ങനെ യൂട്യൂബ് നോക്കി പഠിക്കുന്നുള്ള ഒരു ഗുണം പറ. ഇഷ്ടമാണ്. പിന്നെന്തോന്നുണ്ട്? നമുക്ക് വല്ല ഡൗട്ടും വരാണെങ്കിൽ വീണ്ടും അത് ഉറച്ചു പറ, കേൾക്കുന്നില്ല. വല്ല ഡൗട്ടും വരണമെങ്കിൽ നമുക്കത് വീണ്ടും അടിച്ചു മാറ്റി കാണാമല്ലോ. ഇതേത് മറ്റേ സൈലത്തിന്റെ അല്ലേ? എക്സാമിനേഴ്സ് ഇഷ്ടമല്ലേ? അവർ പഠിക്കുന്നതൊന്നും മനസ്സിലായി. ഒരറ്റവും മൂലയും നീ കമന്റ് വരെ കമന്റ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതുപോലത്തെ ക്ലാസ് എവിടെയും ഇല്ല. ഇവര് നന്നായിട്ട് പഠിപ്പിക്കും അല്ലേ? ക്ലാസ് ടീച്ചർ പോലും ഇത്ര നന്നായിട്ട് പഠിപ്പിക്കൂല. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും നമ്മൾ ഉച്ചയ്ക്ക് തിന്ന പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം. അതാണ് ഈ വീഡിയോയുടെ മെയിൻ ബേസ്. അതാണ് കഴിച്ചെന്റെ കൈയൊക്കെ തടിച്ച്. സത്യം പറയുന്നത് കുറേ ജോലി ഉണ്ടായിരുന്നു, എല്ലാം ചെയ്ത് തളർന്നു. ഞാനാണ് എല്ലാം ചെയ്തത്. പിന്നെ കണ്ണ് സുഖമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മരുന്ന് രാത്രിയാകുമ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കും. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല കിടന്നു. അപ്പം ബൈ ബൈ.